നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് കളിയാക്കാൻ പറഞ്ഞല്ലേ, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ മോളെ. എന്താ ഞാൻ പറയാൻ പോകുന്നതെന്ന് അച്ഛനും അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. എന്തടിസ്ഥാനത്തിലാ അച്ഛൻ ദേവികയ്ക്ക്, നിങ്ങളുടെ മരുമകൾക്ക് സ്വത്തിന്റെ 70% എഴുതി കൊടുക്കുന്നേ? അതിന് കൊടുത്തില്ലല്ലോ, പറഞ്ഞതല്ലേ ഉള്ളൂ. പറഞ്ഞല്ലോ, അപ്പൊ പിന്നെ ഞാൻ ആരാ? ഈ വീട്ടില് എനിക്കുള്ള സ്ഥാനം എന്താ? നിങ്ങളുടെ ഒരേ ഒരു മകളല്ലേ ഞാൻ. മോളെ, മോള് കരയാതെ. നിന്നെ ഞങ്ങൾ എങ്ങനെ ഒന്നും ഇല്ലാത്തവളായി തള്ളിക്കളയോ? എനിക്കതൊന്നും അറിയത്തില്ല. മോൾ ഇങ്ങനെ കണ്ണീര് വാരി ചൊരിയണ്ട. നിന്റെ കാര്യത്തിലേ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, അതെനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അവര് സുധിയേട്ടന്റെ വിധവയാ. നിങ്ങൾക്ക് എന്നെക്കാളും പ്രിയപ്പെട്ടത് അവരാ, എനിക്കതറിയാം. പക്ഷെ അവർക്ക് മുമ്പിൽ തോറ്റൂന്ന് എനിക്ക് തോന്നിയാ ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. മോളെ, ഇത് എപ്പോഴും പറയുന്ന പോലെ അല്ല, അത്ര സങ്കടപ്പെട്ട ഞാൻ പറയുന്നേ, ഓർത്തോ? വിളിക്കാം, ഞാൻ വിളിക്കാം. അങ്കിളിന്റെ സ്വത്തിന്റെ പാതിയല്ല എനിക്ക് വേണ്ടത്, അങ്കിളിന്റെ സ്വത്ത് മുഴുവൻ. പട നയിക്കുന്നതും യുദ്ധം ജയിക്കുന്നതും രാജകുമാരിക്ക് വേണ്ടി കൂടിയാ. കാർ ഇറങ്ങുവായോ? ഞാൻ ചായ എടുക്കാം. വേണ്ട, എനിക്ക് അടിയന്തരമായിട്ടൊരു യാത്രയുണ്ട്. ആരുടെ അടിയന്തരം കൂടാനാ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? അത് ഞാൻ തിരിച്ചു വരുമ്പോ നീ അറിയും. ഏന്തിയും വലിഞ്ഞും ഇങ്ങേരെ അങ്ങോട്ട് ഇത്ര ധൃതി പോണത്? വല്ലം പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ആ, എന്നാ പിന്നെ അങ്ങേര് പോയി അടിയന്തരം കൂടിയിട്ട് വരട്ടെ. അവിടെ നിന്നേ. അതെ, വൈകിട്ട് കുറച്ച് എണ്ണ ചൂടാക്കി എന്റെ കാലൊന്ന് തടവി തരണം. ഓ, എന്താന്നറിയില്ല, ഈ ഇടയ്ക്ക് കാലിന് വല്ലാത്ത വേദനയാ. ചെയ്യാം. എന്റെ കാലിനും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേദന വരാറുള്ളതാ. നിങ്ങളുടെ കാലിന് വേദന വരുന്ന പോലെയാണ് എന്റെ കാലിന്റെ വേദന. നിങ്ങളെ ഏത് വകുപ്പിലാ എന്റെ കാലിന്റെ വേദനയായിട്ട് താരതമ്യം ചെയ്ത്? നിങ്ങളുടെ വർത്തമാനം കേട്ടാ എന്റെ കാലിന്റെ വേദന തലയിലോട്ട് കേറും. അത് പിന്നെ നാക്കിലേട്ടും വരുവേ, പറഞ്ഞില്ലാന്ന് വേണ്ട. ഞാൻ താരതമ്യം ചെയ്തൊന്നുമല്ല. ആ, എന്നാ നിങ്ങൾക്ക് കൊള്ളാം. പിന്നെ ഒരു ബേസിനില് കുറച്ച് ചൂടുവെള്ളം കല്ലുപ്പിട്ട് എടുത്തു വെക്കണം. അതെന്തിനാ? എനിക്ക് മുങ്ങി ചാവാൻ. നിങ്ങൾ അങ്ങ് പറഞ്ഞത് ചെയ്താൽ മതി. എനിക്ക് കാല് മുക്കി വെച്ചിരിക്കാനാ. സാധാരണ ഞാൻ എന്റെ കാലുകള് സംരക്ഷിക്കാൻ മീനുകളെ ഏൽപ്പിക്കാറ്. മീനുകളെയോ? ആ, മീനുകളെ കൊണ്ട് കൊത്തിച്ച്. നമ്മൾ ഇങ്ങനെ കാലുകള് വെള്ളത്തിൽ വെച്ചിരുന്നാ മതി. ചെറിയ ചെറിയ മീനുകൾ വന്ന് കൊത്തി കൊത്തി കാലുകൾ വൃത്തിയാക്കി തരും. ഫിഷ് സ്പാ എന്നാ അതിന് പറയുന്നേ, കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? എന്തോന്ന് ഫിഷ്, എന്തോന്ന് സ്പാ.
സാമ്പ്രാണിക്കുടി കായലിൽ ഇറങ്ങുമ്പോ വല്ല കല്ലേല് മുട്ടി വന്ന കാലേല് കൊത്തുന്നതല്ലാതെ എന്തോന്നറിയാലേ. പിന്നെ ഇനി എന്നെ കൊണ്ട് പറയിക്കാതെ എല്ലാ ദിവസവും എന്റെ മുറിയും ടോയ്ലറ്റും വൃത്തിയാക്കണം. മുറിയിലെ ഒരു തരി പൊടി കിടന്ന എനിക്ക് അപ്പൊ തുമ്മും. ഞാൻ തുമ്മിയ അത് നിങ്ങൾക്കായിരിക്കും ബുദ്ധിമുട്ടാവുന്നത്. കേട്ടല്ലോ? ഞാൻ ചെയ്തു. ആ, ഞാൻ ഇങ്ങനെ ഓരോന്ന് എണ്ണി പറഞ്ഞ് ചെയ്യിക്കുന്നതൊന്നും രാത്രിയിൽ കിടക്കാൻ നേരം മരുമോളുടെ കാതിൽ ഓതാൻ നിൽക്കണ്ട. ഞാനൊന്നും പറയില്ല. ആ, പറയാതിരുന്നാ നിങ്ങൾക്ക് കൊള്ളാം. ആ സാറിനെ കണ്ടോ മോളെ? ഡാഡി വന്നില്ലേ? എനിക്ക് 1-2 പേരെ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഡാഡിയോട് ഞാൻ വീട്ടിലേക്ക് വരാൻ പറഞ്ഞതാണല്ലോ. ഇവിടെ വന്നിരുന്നു, പക്ഷെ കുറച്ചു മുന്നേ എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ല. ഞാൻ കരുതി മോളെ കൂട്ടിക്കൊണ്ട് വരാനാണെന്ന്. എങ്ങോട്ടാടി അക്ഷരേ നിന്റെ ഡാഡി വടിയും കുത്തി പാഞ്ഞു പോയത്? ഞാൻ ചോദിച്ചപ്പോ ആരുടെയൊക്കെ 16 അടിയന്തരാന്നോ 41 ആണെന്നൊക്കെ പറഞ്ഞു. ആ, എന്നാ അതിനായിരിക്കും. നിന്റെ വായിന്ന് പിന്നെ തർക്കുത്തരല്ലേ വരുള്ളൂ. അപ്പച്ചയ്ക്ക് ചോദിച്ച് മനസ്സിലാക്കായിരുന്നല്ലോ ഡാഡി. അയ്യോ, രഹസ്യങ്ങളല്ലേ മൊത്തം. നമ്മളോടൊന്നും പറയാറില്ലല്ലോ. പക്ഷേ പോക്ക് കണ്ടിട്ട് അത്ര പന്തിയല്ല. ഹാ, പോയ പോലെ ഇങ്ങ് വന്നാ മതിയായിരുന്നു. അല്ലാതെ നിലവിളി ശബ്ദം ഇടുന്ന വണ്ടിയില് പെട്ടിക്കകത്തൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. എന്റെ കർത്താവേ, അപ്പച്ചി ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? താങ്കൾ വിളിക്കുന്ന നമ്പർ പരിധിക്ക് പുറത്താണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് വീണ്ടും വിളിക്കുക. ആ, വരാറായി. ഏറിയാൽ 1 മിനിറ്റ്. അതിനകത്ത് ലാൻഡ് ചെയ്യും. സർ, ഒരു കാലിന് മുടന്തുള്ള ഒരു പഴയ സിംഹം. ഉള്ളില് തീ പിടിച്ച് പാഞ്ഞു വരുന്നുണ്ട്. എത്തി. നന്ദി കെട്ട നായെ, കൊല്ലുവിടാൻ നിന്നെ ഞാൻ. നീ നിന്റെ ആളുകളെ വേഷം കെട്ടിച്ച് അയച്ച് എന്റെ മകളെ ചതിച്ചു അല്ലേ? ഏയ് ഖാലിദ് ഇമ്രാൻ, നോ. അതെ, ജയശങ്കർ അങ്കിളിന്റെ മോളെ ഞാൻ ചതിച്ചു. പണ്ട് ചതിച്ചു, ഇപ്പോഴും ചതിച്ചു, ഇനിയും ചതിച്ചുകൊണ്ടേയിരിക്കും. തീർക്കുന്നില്ല ഞാൻ. യെസ്, പ്ലീസ് ഡു അങ്കിൾ. പ്ലീസ് അങ്കിൾ, ഡു ഷൂട്ട് മീ. മരിക്കാൻ എനിക്ക് കൊതിയാവുന്നു. 6 ബുള്ളറ്റിന്റെ ഒരു മാഗസിൻ പിസ്റ്റൾ കുത്തിക്കയറ്റി എന്റെ നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചാൽ വിശാലിന്റെ ചോരങ്ങ് ആവിയായി പോകുന്നു കരുതിയോ? പ്രായം പഴയതല്ല, അത് ഓർമ്മ വേണം. ഇവന്മാരുടെ ഇടുപ്പിലുമുണ്ട് ഇതിനേക്കാളും കൂടുതൽ റൗണ്ട് വെടിപൊട്ടുന്ന നല്ല ഒന്നാന്തരം സെമി ഓട്ടോമാറ്റിക് ജർമ്മൻ പിസ്റ്റലുകൾ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ മതി, ഇവന്മാരതെടുത്ത് പൊട്ടിക്കും. നിൽക്കുന്ന ഈ നിൽപ്പിൽ അങ്കിളിന്റെ അസ്ഥികൂടം വരെ ആവിയായി പോകും. അങ്കിളിന്റെ മകളുടെ പക്കൽ നിന്ന് ഞാൻ ചില സ്റ്റാമ്പ് പേപ്പറുകൾ ഒപ്പിട്ട് വാങ്ങിയുന്നത് സത്യ. വിരലണയോളം വാങ്ങി, നാളെയും വാങ്ങും. ഇനി നാളെ അഥവാ അവൾ അതിന് തയ്യാറായില്ലെങ്കിൽ അവളുടെ തള്ളവിരൽ ഞാൻ അറുത്തെടുക്കും. ആവേശം തണുത്തു കഴിഞ്ഞെങ്കിൽ അങ്കിള് ഈ തുപ്പാക്കിയായിട്ട് തിരിച്ചു പോവാൻ നോക്കും. പിന്നെ അക്ഷരം ഒറ്റയ്ക്കാക്കിയിട്ട് അങ്ങളെങ്ങും പോവരുത്.
മേ ബി തിരിച്ചു ചെല്ലുമ്പോൾ അവൾ വീട്ടിലില്ലെങ്കിലോ? സൂക്ഷിച്ചു കൊണ്ടുപോകാൻ ഡ്രൈവറോട് പറയണം. ഒരുപാട് ടോറസ് ലോറികളൊക്കെ പറന്നു നടക്കുന്ന ഹൈവേയാ.